വെറും 10ാം ക്ലാസ് യോഗ്യത മതി നമുക്ക് ഷിപ്പിൽ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഷിപ്പിൽ നമുക്ക് GS ആയിട്ട് അല്ലെങ്കിൽ ചീഫ് കുക്ക് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഷിപ്പിൽ എൻട്രി ചെയ്യുന്നത്, എത്രയൊക്കെയാണ് ഇതിന്റെ സാലറി, എന്താണ് എലിജിബിലിറ്റി, എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ പാലിക്കേണ്ടത്, ഏതൊക്കെ കോളേജ് പഠിക്കണം, ഇങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാറുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. GS എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റ്യൂവർഡ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ഷിപ്പിൽ ക്ലീനിങ്ങും പാത്രം കഴുകാനും പിന്നെ മറ്റുള്ള ജനറൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ചീഫ് കുക്കിനെ സഹായിക്കാനും പച്ചക്കറികളൊക്കെ മുറിച്ചിടാനും പാത്രങ്ങളൊക്കെ കഴുകാനും ഇങ്ങനെയുള്ള വർക്കൊക്കെ ആയിരിക്കും. അതായത് ഗാലി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ആയിരിക്കും GSനുള്ളത്. പിന്നെ അടുത്ത വരുന്നതാണ് ചീഫ് കുക്ക്. ചീഫ് കുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് കുക്ക് പിന്നെ സെക്കൻഡ് കുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ കുറേ കമ്പനീസും സെക്കൻഡ് കുക്ക് എന്നുള്ള റാങ്ക് ഇല്ല, അവിടെ നല്ല ഡയറക്റ്റ് ആയിട്ട് ചീഫ് കുക്ക് ആണുള്ളത്. സോ ഗാലി ഡിപ്പാർട്ട്മെന്റിൽ, അതായത് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ നമുക്ക് 2 പേര് മാത്രമേ കാണാൻ പറ്റൂ, ഒന്ന് ചീഫ് കുക്ക് പിന്നെ GS. അപ്പോൾ ഇങ്ങനെ നമുക്ക് GS ആയിട്ട് പിന്നെ ചീഫ് കുക്ക് ആകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഷിപ്പിലേക്ക് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് GSന് പഠിക്കണമെങ്കിൽ CCMC കോഴ്സ് ഉണ്ട്. CCMC 6 മാസത്തെ കോഴ്സാണ്. അപ്പൊ ന്യൂസി, ഗോവ ഇങ്ങനെയുള്ള കോളേജസ് ഒക്കെ നമുക്ക് CCMC കോഴ്സിന് തരാറുണ്ട്. സോ അവിടെ ചെറിയ റേറ്റ് തന്നെ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്ലേസ്മെന്റും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് GS ആയിട്ട് എങ്ങനെയാണ് ഷിപ്പിലേക്ക് എൻട്രി ചെയ്യേണ്ടത്? വെറും 10ാം ക്ലാസ് യോഗ്യത മതി. 10ാം ക്ലാസ്സിൽ വെറും 40% മാർക്കോടെ പാസ്സായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിന് ഒരു 40% കൂടി ഉണ്ടെങ്കിൽ അങ്ങ് ധാരാളമായി. പിന്നെ നിങ്ങൾ എലിജിബിൾ ആണ് CCMC പഠിക്കാൻ. CCMC കോഴ്സ് വെറും 6 മാസത്തെ കോഴ്സാണ്. ന്യൂസി, ഗോവ പിന്നെ നല്ല ഗ്രേറ്റ് ഈസ്റ്റേൺ, TS റഹ്മാൻ ഇങ്ങനെയുള്ള കുറെ കോളേജസ് ഒക്കെ നമുക്ക് CCMC ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ CCMCയിലേക്ക് കയറുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ആ കോഴ്സിലേക്ക് ചേരുന്നതിന് മുമ്പ് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, DG അപ്രൂവ്ഡ് മെഡിക്കൽ സെന്ററിൽ പോയിട്ട് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റും കൂടി അതിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റൂ. അതായത് ഏത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് കോളേജിൽ പഠിക്കണമെങ്കിൽ നമുക്ക് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. സോ മെഡിക്കലി ഫിറ്റ് ആണ്, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മൾ 10th പാസ്സാണ്, നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നമുക്ക് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കുന്നതായിരിക്കും ചെറിയൊരു ഇന്റർവ്യൂ. അതായത് നമ്മളെ സെൽഫ് ഒക്കെ ചോദിക്കാനും, എന്തുകൊണ്ടാണ് ഈ മർച്ചന്റ് നേവി സെലക്ട് ചെയ്യാൻ കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗാലി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കും. ചെറിയ ചെറിയ ചോദ്യങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ മാത്രം നമ്മൾ റീപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെലക്ഷൻ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഒരു വലിയ എമൗണ്ട് ഒന്നുമില്ല, 2 ലക്ഷത്തിന് അതായത് 2 ലക്ഷം ഫീന്റെ ഉള്ളിൽ വരുന്ന ഒരു കോഴ്സാണ് ഇത്. സോ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കോളേജിൽ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും. അതായത് ന്യൂസി പോലെയുള്ള കോളേജിൽ, ഗ്രേറ്റ് ഈസ്റ്റേൺ, TS റഹ്മാനൊക്കെ നല്ല വേക്കൻസി തരുന്നുണ്ട്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ GS ട്രെയിനി GS ആയിട്ടാണ് നമ്മൾ ഗ്യാസ് ടാങ്കറിലായിക്കോട്ടെ അല്ലെങ്കിൽ ടാങ്കേഴ്സിലായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ കാർഗോ ആയിക്കോട്ടെ, ഏത് ഷിപ്പിലാണെങ്കിലും GSനും ചീഫ് കുക്കിനും ഏകദേശം ഒരേ ലെവൽ തന്നെയാണ്. അവര് വലിയ കാർഗോ ഓപ്പറേഷനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാനല്ല, വാച്ച് കീപ്പിംഗ് ചെയ്യാനല്ല അവിടെ പോകുന്നത്. അപ്പൊ അവര് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിപ്പിലുള്ളവർക്ക് നല്ലൊരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അത് മാത്രമാണ് GSന്റെയും കുക്കിന്റെയും വർക്ക്. അപ്പോ ആരാണ് ഇത് ഡിസൈഡ് ചെയ്തത്, ഏത് ഫുഡാണ്, എങ്ങനെ തരത്തിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടതെന്നൊക്കെ? അപ്പൊ അതൊക്കെ ഡിസൈഡ് ചെയ്ത് നമുക്ക് എന്ന് പറഞ്ഞാല് ഫുഡ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും. ആ കമ്മിറ്റി മീറ്റിങ്ങിൽ നമ്മൾ ഒത്തുചേർന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് ഇന്ന ദിവസം ഇന്ന ഫുഡൊക്കെ വേണം. അപ്പോൾ കൂടുതൽ ആൾക്കാർ ആരൊക്കെയാണ് കൂടുതൽ ഈ ഒരു മെനു കാര്യങ്ങൾ പറയുന്നത്, ഒരു 3-4 മെനു നമ്മൾ റെഡിയാക്കും. എന്നിട്ട് എല്ലാവരെയും ഒത്തുചേർത്തിട്ട് ഏതൊക്കെ മെനു ആണ് നിങ്ങൾ എടുക്കാൻ തയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെനു എടുത്തിട്ടായിരിക്കും ആ ഒരാഴ്ച ഓടുക. പിന്നെ അടുത്ത ആഴ്ച വേറെ മെനു, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. സോ അവർക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ വർക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒരു 5 മണിക്കല്ലെന്ന് പറഞ്ഞാൽ ചീഫ് കുക്ക് വന്നിട്ട് ഹോട്ട് പ്ലേറ്റ് സ്റ്റാർട്ട് ആക്കി വെക്കും. അതായത് രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഹോട്ട് പ്ലേറ്റ് സ്റ്റാർട്ട് ആക്കണമെന്ന് പറഞ്ഞാൽ 440 വോൾട്ടിന്റെ ഹോട്ട് പ്ലേറ്റ് ആണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും അത് ഹോട്ട് ആകണമെങ്കിൽ. അതായത് നമ്മളെ ഷോറിലെ പോലെ ഗ്യാസ് അല്ല, ഗ്യാസ് സ്റ്റവ് അല്ല, ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാല് ഇലക്ട്രിക് ഹോട്ട് പ്ലേറ്റ് ആണ്. അപ്പൊ ഹോട്ട് പ്ലേറ്റ് നമ്മൾ ചൂടാണെങ്കിൽ ഒരു ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ എടുക്കും. പഴയ ഷിപ്പിലാണെങ്കിൽ 1 മണിക്കൂറിന് മേലെ എടുക്കും. സോ കോയില് മോശമാകുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അവരത് സ്റ്റാർട്ട് ആക്കിയിട്ട് അവർ പോകും ചീഫ് കുക്ക്.
പിന്നെ വരുന്നത് വെച്ചാൽ GS വന്നിട്ട് നല്ലപോലെ ക്ലീനിങ് ഒക്കെ ചെയ്ത് എന്തൊക്കെ ബൗൾസ് ആണ് എടുക്കേണ്ടത് അതൊക്കെ പുറത്ത് വെച്ച് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് പാത്രങ്ങളൊക്കെ റെഡിയാക്കി കഴുകി റെഡിയാക്കി പിന്നെ പച്ചക്കറിയും പിന്നെ ഫിഷും നോൺ വെജ് ആയിട്ടുള്ള ഫിഷും പിന്നെ ചിക്കൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ച് അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും. പിന്നെ ചീഫ് കുക്ക് കറക്റ്റ് ഒരു 5:30 അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ വരും. വന്നതിന് ശേഷം ഇവർ രണ്ടാളും കൂടിയിട്ട് പാചകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാണ് പരിപാടി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ രാവിലെ നമുക്ക് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, 7 to 8. പിന്നെ അത് കഴിഞ്ഞ് ആഫ്റ്റർനൂണിന് ഒരു 12 to 1. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ടീ ടൈം ഉണ്ടാവും, 3 to 3:30. അത് കഴിഞ്ഞ് രാത്രി ഫുഡ് എന്ന് വെച്ചാൽ വൈകുന്നേരമാണ് കൊടുക്കുന്നത്. അതായത് 6 മണി മുതൽ 7 മണി വരെ, 6 to 7. ഇതാണ് നൈറ്റിലത്തെ ഫുഡ് ടൈം. സോ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ഒരു ചായ ടൈം ഉണ്ട് കേട്ടോ, അതായത് ഒരു 10 to 10:30. സോ ആ ടൈമിലൊക്കെ GS എന്താക്കുന്നുള്ള ചായ ഉണ്ടാക്കി അവിടെ വെക്കത്തേ ഉള്ളൂ. നമ്മൾ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റൂംസും ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം വന്നിട്ട് ഉച്ചക്കത്തത് ഓഫീസേഴ്സിന് ഫുഡ് കൊടുക്കേണ്ടി വരും. സോ ഫുഡ് കൊടുക്കാനും ആ കാര്യത്തിലെല്ലാം GS ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. കഴുകി വെച്ചതിന് ശേഷം ചീഫ് കുക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും ചെയ്ത് ഫുഡ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിനുശേഷം മൂപ്പറും അതായത് GSഉം ചീഫ് കുക്കും റെസ്റ്റ് എടുക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇവർ 3 മണിക്ക് വന്നിട്ട് പിന്നെയും വർക്ക് തുടങ്ങുക ചെയ്യുക. സോ ചീഫ് കുക്കിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക മാത്രമാണ്. ഫുഡ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ പ്രൊഫഷൻ എന്തൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചീഫ് കുക്ക് ചെയ്യുന്നത്. GSന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ ചീഫ് കുക്കിന് സഹായിക്കുക, പച്ചക്കറിയൊക്കെ മുറിച്ച് കൊടുക്കുക. നോൺ വെജ് മുറിക്കാൻ വേണ്ടിയിട്ട് അവർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല. സോ ചീഫ് കുക്ക് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് ഒരു കുറച്ച് റിസ്ക്കും കൂടിയാണ്. പിന്നെ അതും പോരാതെ ഓഫീസേഴ്സിന് ചായ കൊണ്ടു കൊടുക്കുക, പിന്നെ ബെഡും റൂമും ഒക്കെ ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക. മെയിൻ ആയിട്ടുള്ളത് ക്ലീനിങ് പർപ്പസ് ആണ് GSന് വരുന്നത്. സോ ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് COCക്ക് അപ്ലൈ ചെയ്യാം. COC DG ഷിപ്പിംഗ് പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് CDC പിന്നെ COC കുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് COC അപ്ലൈ ചെയ്യാൻ പറ്റും. COC അപ്ലൈ ചെയ്യാൻ വേണ്ടി CDC പാസ്പോർട്ട് ഇതൊക്കെ ഇൻഡോസി ഇതൊക്കെ കൊടുക്കണം. പ്ലസ് നമ്മൾ കമ്പനി സർട്ടിഫിക്കറ്റ്, അതായത് കമ്പനിയിൽ ഏത് കമ്പനിയാണോ വർക്ക് ചെയ്തത് ആ കമ്പനീന്റെ ഒരു പേപ്പർ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ്, അത് കൊടുക്കണം. പിന്നെ പറഞ്ഞാൽ എക്സ്പീരിയൻസ് കാണിച്ച സ്റ്റാമ്പ് കോപ്പി ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്വാളിഫിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയും കൂടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് COC കിട്ടും. ഓക്കെ, സോ COC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചീഫ് കുക്കിന് എലിജിബിലിറ്റി ആണ്. പക്ഷേ ഓരോ കമ്പനിയൊന്നും പെട്ടെന്ന് തന്നെ ചീഫ് കുക്കിൽ കൊടുക്കത്തില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ GS നമ്മൾ പതിയെ ഒരു 36 മാസങ്ങൾക്ക് കഴിയുമ്പോഴാണ് നല്ലൊരു കമ്പനിയൊക്കെ നമുക്ക് ചീഫ് കുക്ക് എന്നുള്ള പ്രൊമോഷൻ തരുന്നത്. സോ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ട്രെയിനി GS ആയിട്ട് ഷിപ്പിൽ എൻട്രി ചെയ്യുമ്പോൾ അത് ഏത് തന്നെ ആയിക്കോട്ടെ, ഒരു ഷിപ്പ്, ആ ഷിപ്പിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് $300 മുതൽ $500 വരെയാണ്. അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 86 രൂപയാണ്. സോ മൾട്ടിപ്ലൈ ഇൻറ്റു 86, അത് കണക്കൂട്ടി നിങ്ങൾക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പി നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു എക്സ്പീരിയൻസ്, ഒരു സെയിൽ കഴിഞ്ഞ് അതേ കമ്പനിയിൽ വേറൊരു ഷിപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യാണ് ആസ് എ GS, ട്രെയിനി അല്ല കേട്ടോ, GS ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഒരു $700 മുതൽ $1000 വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് അപ്പൊ നിങ്ങൾ 2 ഷിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാമത്തെ ഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സാലറി എന്ന് പറയുന്നത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപയായിരിക്കും നിങ്ങളെ സാലറി. അപ്പൊ നിങ്ങളൊരു 36 മാസത്തെ എക്സ്പീരിയൻസ്, ഓരോ കമ്പനി ഓരോ ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. ഓരോ കമ്പനി 36 മാസം, ഓരോ കമ്പനി 30 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ചീഫ് കുക്ക് റാങ്കിലേക്ക് പ്രൊമോഷൻ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ കിട്ടേണ്ടത് വെച്ചാൽ നിങ്ങൾ നല്ലപോലെ GS റാങ്കിൽ തന്നെ നല്ലപോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നതാണ്. ഇപ്പൊ പലതരത്തിലുള്ള കോണ്ടിനെന്റൽ ആയിട്ട് ഫുഡ് ആയിക്കഴിഞ്ഞാട്ടെ, ഇന്ത്യൻ ഫുഡ് ആയിക്കോട്ടെ, യൂറോപ്യൻ ഫുഡ് ആയിക്കോട്ടെ, റഷ്യൻ ഫുഡ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ചീഫ് കുക്ക് നിങ്ങളെ പ്രിഫർ ചെയ്തിട്ട് നേരെ ക്യാപ്റ്റന് റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്യുമ്പോൾ ക്യാപ്റ്റനും കൂടി ആ ഫുഡ് കഴിച്ചിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്രിസിയേഷൻ ലെറ്ററിൽ നിങ്ങൾക്ക് ചീഫ് കുക്ക് എന്നുള്ള റാങ്കിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള ഇത് കമ്പനിക്ക് അവർ അയച്ചു കൊടുക്കും. സോ നിങ്ങൾ അടുത്ത ഷിപ്പിലേക്ക്, അതായത് 4ാമത്തെ ഷിപ്പിലോ 5ാമത്തെ ഷിപ്പിലോ നിങ്ങൾക്ക് ചീഫ് കുക്ക് ആയിട്ട് തന്നെ വരാൻ പറ്റും. സോ ചീഫ് കുക്ക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സാലറി ഏകദേശം GSന്റെ അതേ സാലറി ആയിരിക്കും ഫസ്റ്റ് വരിക. അതായത് ഒരു 1.5 ലക്ഷം രൂപ വരെ ആയിരിക്കും വരിക ഫസ്റ്റ് ചീഫ് കുക്ക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് അടുത്ത ഷിപ്പിലേക്ക് നിങ്ങൾ ചീഫ് കുക്ക് ആയിട്ട് വരുമ്പോൾ നിങ്ങളെ സാലറി ഏകദേശം 2 ലക്ഷത്തിന്റെ മേലെയായിരിക്കും. സോ
അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പോൾ എത്രത്തോളം നല്ല പോലെ സാലറി കിട്ടുന്ന ഒരു മേഖലയാണ് ഈ മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഷിപ്പിൽ എല്ലാവർക്കും ലീവ് കിട്ടും, അതായത് മറ്റുള്ള എല്ലാ റാങ്കുകാർക്കും ലീവ് കിട്ടും. പക്ഷെ GS-നും കുക്കിനും മാത്രം ലീവ് കിട്ടൂല. കാരണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടൂല. അതായത് ഷിപ്പിലത്തെ അമ്മ എന്ന് പറയുന്നത് നമ്മൾ ചീഫ് കുക്കാണ്. നമ്മളെല്ലാരെയും നോക്കിയും ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് തന്നും സ്നേഹം തന്നും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചീഫ് കുക്കാ. അപ്പോൾ മൂപ്പർക്ക് മാത്രം ലീവ് കൊടുക്കാനേ കഴിയില്ല. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം തോന്നും. എല്ലാവർക്കും ലീവ് ഉണ്ട്, എല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇവർക്ക് മാത്രം റെസ്റ്റ് ഇല്ല, ഇവർ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഫുഡ് കിട്ടത്തില്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പാർട്ടിയൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പാർട്ടിയിലൊക്കെ നല്ല തരത്തിൽ പല തരത്തിലുള്ള ബൊഫെ ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അതും ചീഫ് കുക്കും GS-ഉം കൂടിയിട്ടായിരിക്കും. പിന്നെ ക്യാപ്റ്റൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടി ആർക്കാർക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി ഉണ്ടാക്കും. എന്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും റെസ്റ്റ് ഉണ്ട്, പക്ഷെ ഇവർക്ക് നല്ല ആ സമയത്തും ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വേഗം പടച്ച് വേഗം കുളിച്ച് മാറ്റി വന്ന് പാർട്ടിക്ക് പങ്കെടുക്കും. പാർട്ടിക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം പാർട്ടി പങ്കെടുത്ത് എന്താ പറയേണ്ടത് ബിയറൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി റെസ്റ്റ് എടുക്കും. പക്ഷെ ഇവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ മാറ്റി ആ റൂമൊക്കെ വൃത്തിയാക്കി ഇനി നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിത് എല്ലാവരും അടിച്ച ഹാങ് ഓവറിൽ ചിലപ്പം നാളെ ഉച്ചക്കൊക്കെ ആയിരിക്കും എണീക്കുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് രാവിലെ തന്നെ എണീറ്റ് എപ്പോഴും പോലെ തന്നെ 5 മണിക്കൊക്കെ എണീറ്റ് പോയി പിന്നെയും ഇവർക്ക് ജോലി തുടങ്ങണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചീഫ് കുക്ക് ആൻഡ് GS റാങ്കിൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളില്ല. റെസ്റ്റ് മീൻസ് ഇവർക്ക് ലീവില്ല. അപ്പോൾ മറ്റുള്ള ടൈം കിട്ടുന്ന സമയത്ത് നല്ലപോലെ റെസ്റ്റ് എടുക്കുകയാണ് ഇവരെ നോർമലി ചെയ്യാറ്. സാലറിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. സാലറി നമുക്ക് ചീഫ് കുക്ക് റാങ്കിൽ നമുക്കൊരു 3 ലക്ഷം വരെ സാലറി വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ഞാനൊരു പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10th എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ CCMC പഠിക്കാതെ GP റേറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ GP റേറ്റിംഗ് നമുക്ക് വൈപ്പറോ അല്ലെങ്കിൽ OS റാങ്കിൽ പോകും. ബിക്കം എ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ബിക്കം ചീഫ് എഞ്ചിനീയർ റാങ്കിൽ വരെ പോകും. അതായത് ചീഫ് കുക്ക് CCMC പഠിച്ച് ചീഫ് കുക്ക് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം 3 ലക്ഷം രൂപ വരെയാണ് നമുക്ക് സാലറി വാങ്ങിക്കാൻ പറ്റുന്നത്. പക്ഷെ അതേ നമ്മൾ ബിക്കം എ ക്യാപ്റ്റൻ ഒരു ചീഫ് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ മാസം നമുക്ക് 20 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു പാഷനായിട്ട് നടക്കുന്നവരുണ്ടാവും. അതായത് ഫുഡ് ഒരു പാഷനായിട്ട് നടക്കുന്നവര് അവരെന്തായാലും CCMC തന്നെ എടുത്തിട്ട് ഒരു നല്ലൊരു ചീഫ് കുക്ക് ആകുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് ഇനിയും ഞാൻ നല്ല നല്ല കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.